തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഇപ്പോൾ മുകേഷ് ചേട്ടനെ കുറിച്ചും ആരോപണം വന്നിരിക്കുന്നു, പലരെ കുറിച്ചും വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ ആ ചലച്ചിത്ര നയസ്പീക്കറുടെ ആ ഉത്തരവാദിത്വം പുള്ളിയെ രാജിവെക്കുമെന്നാണ് കേട്ടത്. പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എല്ലാവരെയും പോലെ എന്റെയും അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, ഉചിതമായ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടും. ഉചിതമായ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ കൃത്യമായിട്ട് എന്ത് വേണമെന്നുള്ള തീരുമാനം, പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. അല്ല, അത് അന്ന് പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരാഴ്ച മുമ്പാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു ആലോചനയും തീരുമാനവും ഒക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് വന്ന പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണത വെച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ആരോപണ വിധേയരായവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നയരൂപീകരണ സമിതി, ഒരു കോൺക്ലേവ് ഇതൊക്കെ നടത്തുന്നത് ഒരു ശുഭകരമായ കാര്യമാണോ? അവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ആരോപണ വിധേയരായവര് നമ്മളുടെ പിന്നെ ഈ എന്താ പറയുക, അവര് ഇരയാക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരൊരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അല്ല, ആശങ്കയുടെ പ്രശ്നമല്ല. അദ്ദേഹം ഈ പിന്നെ MLA സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ധൃതി വെക്കേണ്ട. അദ്ദേഹം നമ്മുടെ ഇപ്പൊ ഒരു പ്രൈവറ്റ് ഇപ്പൊ അമ്മ സംഘടനയിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ജനറൽ സെക്രട്ടറി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വയം തീരുമാനപ്രകാരം രാജിവെച്ചു. അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു തീരുമാനം. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് യാത്ര ചെയ്ത് കണ്ണൂർ എത്തിയതാണ്. അപ്പോ എന്തോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പിന്നെ ഇപ്പോഴുള്ള പെൺകുട്ടികളായാലും മൊഴി കൊടുത്ത പെൺകുട്ടികൾ, ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിലും അതല്ലാതെ പിന്നെ എല്ലാ പിന്നെ കേസ് കൊടുക്കണം. നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ധൈര്യപൂർവ്വം കേസ് കൊടുക്കണം. അവർക്കിനി എന്ത് നഷ്ടപ്പെടാൻ? ഞാൻ ആ പെൺകുട്ടികളോട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ അതവിടെ നിൽക്കുക, അതിപ്പോഴും ഒന്നും ആയിട്ടില്ല, അതവിടെ നിൽക്കുക. അല്ലാതെ ഇത് വന്നതിന് ശേഷം അല്ലാതെയുള്ള പരാതികളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആൾക്കാരിവിടെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഭയങ്കര ഇപ്പൊ തന്നെ ഒരു ഭൂകമ്പമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ? നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി, പിന്നെ ഇനി എന്ത് പേടിച്ചിട്ടാണ് ഇവര് മൊഴി കൊടുത്തു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, കേസ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്കെതിരെ അവര് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അല്ല, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ അവിടെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശമെന്ന് എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം സർക്കാർ ചെയ്തു കൊടുത്തു, ഹേമ കമ്മിറ്റി പോലെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവര് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നാ പിന്നെ പോട്ടെ, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇത് പുറത്ത് പിന്നെ കേസൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഒന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി, എന്നിട്ടൊരു പേടിപ്പെടുത്തി നിർത്തുക എന്ന് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം, കേസ് കൊടുക്കണം. സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. ഏത് ഈ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആരും പിന്നെ മുൻപോട്ട് വരുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ പലരും കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും. ഇവരെല്ലാം പിന്നെ നിരപരാധികളാണെന്ന് പോലും തോന്നിപ്പോവും, ഇല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ശരിയാണോ? എനിക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു അറുതി വരണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണം. ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെവിടെയെങ്കിലും പിന്നെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കണം. അവർക്കെതിരെ നിയമ നടപടി എടുത്താൽ മാത്രമേ ഇനി ഇതിനൊരു പിന്നെ കുറച്ചെങ്കിലും ഒരു പേടി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുള്ളൂ. കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ
സർക്കാരിന് കൂടി വലിയ സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ പറയരുത് എന്ന് പറഞ്ഞ ആരെങ്കിലും പിന്തുണപ്പിക്കുന്ന ഒരു സമീപനം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സമീപനമേ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ 92-ൽ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട്. അന്നും ഞാൻ പറയുന്ന ഇത് തന്നെയാണ്. അതിനുശേഷവും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇത്തരം ആൾക്കാര് അവരുടെ പെരുമാറ്റവും ഈ ഒറ്റപ്പെടുത്തലും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഭീഷണിയൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മുമ്പ് ശാരദ മാം വരെ പറഞ്ഞിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ശാരദ മാം വരെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ കാലം മുതലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഈ വ്യക്തികൾ പ്രതികളാക്കപ്പെട്ട ആരാണോ അതിപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഹേമ കമ്മിറ്റിയിലുള്ള ആരൊക്കെയാണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതാരാണെന്ന് ഞങ്ങൾക്കും അറിയണം. അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശക്തി ഈ പെൺകുട്ടികൾ കാണിക്കണം. ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. അവർ പേടിച്ചിട്ട് വരാതെ ഞാൻ നേരത്തെയും പറഞ്ഞു. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് കൊടുത്ത ബൈറ്റിൽ ഞാൻ പറഞ്ഞതാണ്, പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടുത്തൽ, അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമന്റ്സ്, കുടുംബക്കാരെ വരെ ബാധിക്കുന്ന തരത്തിൽ അവരെ ചീത്ത പെൺകുട്ടി, ഇവർക്ക് മിണ്ടാതിരുന്നൂടെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പലരും ഇത് മുമ്പോട്ട് വരാതിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. പൊതുസമൂഹം ആ പെൺകുട്ടികളെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വന്ന നമ്മുടെ രേവതി സമ്പത്തൊക്കെ TV-യിൽ പറയുന്നത് ഞാൻ കേട്ടു. പിന്നീട് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെയാണ് വേണ്ടത്. സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഈ മേഖല വളരെ നല്ല രീതിയിൽ ശുദ്ധീകരണം നടക്കുകയും ചെയ്യും. നല്ല രീതിയിൽ ഞാൻ അന്നും പറഞ്ഞത്, ഇതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഈ കുറ്റക്കാരായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഭൂരിപക്ഷം ആൾക്കാർ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെയും കൂടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന കാര്യമാണ്. ഇപ്പൊ കുറെ പേരുടെയൊക്കെ പേര് വരുന്നുണ്ട്. പക്ഷെ ഇനിയും വരാനുണ്ട്. അവരെയും ഈ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട അത്യാവശ്യം തന്നെയാണ്. അത് ഏത് പൊസിഷനിൽ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന സംഘടന ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരെ മാറ്റി നിർത്തണം. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ചുമ്മാ സ്ത്രീപക്ഷ സർക്കാർ ഒന്നും പറഞ്ഞതല്ല. അതിന് കുറച്ച് സമയമെടുത്താൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആരോപണ വിധേയം സിദ്ദിഖിന്റെ പേരിൽ ആരോപണം വന്നു, രഞ്ജിത്തിന്റെ പേരിൽ ആരോപണം വന്നു. അപ്പൊ ആ ഘട്ടത്തിലെല്ലാം തന്നെ അവരോട് ആരോപണ വിധേയരായതുകൊണ്ട് രാജിവെച്ചു. പക്ഷെ മുകേഷ് ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ സഹയാത്രികരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ആർജവം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലപ്പോഴും. ഒരിക്കലും എനിക്ക് എന്തിനാ ആർജവം നഷ്ടപ്പെടേണ്ട കാര്യം? ഞാൻ പറയുന്നത് കുറ്റക്കാരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ വരണം, ശിക്ഷ വാങ്ങിക്കണം. ശിക്ഷ അവർക്ക് വേണ്ട മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ്. അതിനിപ്പോ ആരായാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ ഈ പേര് വന്ന ആളുകളൊക്കെ തന്നെയാണ് എന്ന് തന്നെയാണോ എല്ലാവരും ആളുകളൊക്കെ പറയുന്നത്? ഈ ആരോപണം വന്ന ആൾക്കാര് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ചില ആൾക്കാര് എനിക്ക് അറിയാവുന്നത്, എന്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉള്ളതും എനിക്ക് ആ വ്യക്തികളിൽ നിന്ന് ചില സംവിധായകരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത്, അവരിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കൾ പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് എന്റെ സുഹൃത്തുക്കളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം മുതൽ ഗീതാ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതേ സംവിധായകനിൽ നിന്ന് തന്നെയാണ് എനിക്കും ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. മാധ്യമമാണോ? മാധ്യമത്തിന്റെ എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അത് വരുന്നതെന്ന്. മാധ്യമ സൃഷ്ടിയൊന്നും അല്ലല്ലോ ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളതല്ലേ. അത് നേരത്തെ തന്നെ അവര് സബ്മിറ്റ് ചെയ്തല്ലേ. എന്റെ ഒരു തോന്നല് ഇപ്പൊ തന്നെ ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഉചിതമായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് പുറത്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ഒരു ചെറിയ കാലതാമസമൊക്കെ വന്നത്. പക്ഷെ ഇതെല്ലാം ഒരു നല്ല ലക്ഷണമാണ്, സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ലക്ഷണമാണ്.
ഇത് നല്ല രീതിയിൽ ഇത് മുൻപോട്ട് പോയാൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള ആരും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ പവർ ഗ്രൂപ്പിൽ 15 പേരുണ്ടെന്ന് പറഞ്ഞു. ഈ 15 പേര് പവർ ഗ്രൂപ്പിലുള്ള ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ. പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ, ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ഭൂരിപക്ഷം പേരും അതിനകത്തുള്ള ആൾക്കാരുടെ പേരൊന്നും വന്നിട്ടില്ലല്ലോ. ആർക്കെതിരെ ആര് ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ്? ഒരു പെണ്ണും വന്നിട്ട് പറയത്തില്ലല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ദുരനുഭവം ഉണ്ടായി എന്ന് പറയത്തില്ല. അങ്ങനെ പറയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പേടിച്ചിട്ടും പിന്നെ അതല്ലാതെ നാണക്കേട് വിചാരിച്ച് പറയാത്ത ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പെൺകുട്ടികളെ എല്ലാവരെയും മുൻപോട്ട് വന്നവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും ധൈര്യപൂർവ്വം പെൺകുട്ടികൾ മുൻപോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.